സാറേ അടിച്ചമർത്തിയിട്ടുണ്ട് സാറേ. ഞാനൊരു കറുത്ത മനുഷ്യനാണ്, ജനപ്രതിനിധിയായിരുന്നു. ഞാൻ എന്റെ കറുത്ത കുണ്ടി വരെ വൈറ്റ് പെയിന്റ് അടിക്കേണ്ടി വന്നു. ഒരു സമരത്തെയും കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഭരണം കാരണം, പിണറായി വിജയൻ സാറിന്റെ ഭരണം കാരണം ഞാൻ ജനപ്രതിനിധിയായ ഞാൻ എന്റെ കറുത്ത ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിക്കേണ്ട അവസ്ഥയാണ് സാർ വന്നത്. ഏതാണ് ഇത്? നവകേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറുത്ത എന്ത് മുടിയായാലും കർച്ചീഫായാലും ഷർട്ടായാലും ഇട്ട് കഴിഞ്ഞാൽ, കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അറസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ എറണാകുളം സൈഡിലാണെങ്കിൽ ഒരു വാർഡ് മെമ്പർ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ പത്രത്തിലൊക്കെ സ്ഥാനം പിടിച്ചു. തീർച്ചയായിട്ടും പിണറായി വിജയൻ സാറിന്റെ കാണപ്പെട്ട ദൈവം കൂടിയാണ് എന്ന് പറഞ്ഞാൽ എന്നെ കേരള ജനത അറിഞ്ഞത് തന്നെ സാറിലൂടെയാണ്. കുഞ്ഞികൃഷ്ണ സഖാവ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞികൃഷ്ണ സഖാവ് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു, അധികാരി വർഗത്തിന്റെ കണ്ണു തുറക്കാനാണ് സമരങ്ങൾ ചെയ്യുന്നതെന്ന്. എന്നാൽ ഇപ്പോഴത്തെ സമരം അങ്ങനെയല്ല. അധികാരി വർഗത്തിന്റെ കണ്ണു തുറക്കാനല്ല, പൊതുജനങ്ങളുടെയും ഈ പാർട്ടിയുടെ അണികളുടെയും കണ്ണടപ്പിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ഈ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത് രാഷ്ട്രീയമായ ചില പ്രതികരണങ്ങളുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ ആളുകൾ ഉണ്ടാകാം. അത്തരം ആളുകളെ ഇരുത്തിക്കൊണ്ടാണ് ഈ ചർച്ച നടത്തുന്നതെങ്കിൽ അതൊരു ശരിയായ രീതിയല്ല. അല്ലാതെ കേരളത്തിലെ പോലീസ് മർദ്ദനത്തിന്റെ ഭരണകൂട ഭീകരതയുടെ ഏറ്റവും കരാളമായ കാലം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കാലാണ്. കരുണാകരൻ മുതല് ഇങ്ങ് AK ആന്റണി വരെ ഉള്ള ആളുകൾ ഭരിക്കുമ്പോൾ നമ്മൾ ആദിവാസികളെ നമ്മൾ കണ്ടതാണ്. അല്ല, നിങ്ങളുമായിട്ടൊരു തർക്കത്തിന് ഞാനില്ല. നിങ്ങൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഈ ചർച്ചയിൽ വന്നവരാ. മുത്തങ്ങയിൽ വെടിവെച്ച് കൊന്നത് ആദിവാസികളെയാ. ഈ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തില് ആദിവാസികൾക്കെതിരെ നിറയൊഴിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDF-ന്റെ ഗവൺമെന്റാ. അത് കാണണം. അധികാരം കൊണ്ട് ജനങ്ങൾക്ക് നേരെ നിറയൊഴിക്കാത്ത ഭരണകൂടങ്ങളില്ല. അത് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും, ഇപ്പൊ കേന്ദ്രത്തിൽ BJP ആയാലും